നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണോ? എന്നാൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് അറിയേണ്ടേ? അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനായി ശ്രമിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ലോകത്തിൽ ഒറ്റയ്ക്കിരിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളത്. അവർ അവരുടെ ജീവിതത്തിലെ ഏകാന്തതയോടു കൂടി എവിടെയെങ്കിലും ഇരുന്ന് തനിക്ക് നിറവേറ്റാനുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടാകും, സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ അവർ ജീവിതത്തിൽ സക്സസ് ആയവരായിരിക്കും. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് നടക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നിറവേറ്റാൻ പോകുന്നതെന്ന് ചിന്തിക്കുക. ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒറ്റപ്പെടാം. സാമ്പത്തികം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അത് എങ്ങനെ? നമ്മൾ കുറച്ച് സാമ്പത്തികം കുറഞ്ഞ കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലോ പലരും നമ്മളെ അവോയ്ഡ് ചെയ്യാം. അതിനുള്ള പരിഹാരം നല്ലൊരു വരുമാനമുള്ളൊരു ജോലി സ്വന്തമാക്കാനുള്ള വഴി നോക്കുക. നല്ലൊരു സാമ്പത്തിക അടിത്തറ നിർമ്മിക്കുക. ഒപ്പം ലഭിക്കുന്ന വരുമാനം സേവ് ചെയ്യാനും പഠിക്കുക. ജീവിതത്തിൽ ഒറ്റയ്ക്കിരിക്കാൻ വിധിക്കപ്പെട്ടവർ ദുഃഖിച്ചിരിക്കാതെ അതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. അല്ലാതെ മറ്റുള്ളവർ എന്തു ചിന്തിക്കും എന്ന ചിന്ത ഉപേക്ഷിക്കുക. അവർ എന്തെങ്കിലും ചിന്തിച്ചു കൊള്ളട്ടെ. ചില സമയങ്ങളിൽ ഒറ്റയ്ക്കാവുന്നത് ഒരു രസമാണ്. നമ്മളുടെ കൂടെ ആരും കാണില്ല എന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കാൻ പഠിക്കുക. അത് ജീവിതത്തിൽ നമ്മളെ ധൈര്യമുള്ളവരാക്കി മാറ്റും. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. മറ്റുള്ളവർ എന്ത് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുക. അല്ലാത്തതിനോട് നോ പറയാൻ പഠിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങളായാലും ദുഃഖമായാലും എല്ലാം എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക. അത് നിങ്ങൾ സന്തോഷിക്കുന്നത് ഇഷ്ടമില്ലാത്തവർ കാണും, അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ സന്തോഷിക്കുന്നവരും കാണും. അതിന് അവസരം കൊടുക്കാതിരിക്കുക. നിങ്ങൾ വിജയത്തിൻ്റെ കൊടുമുടി കയറുമ്പോൾ എല്ലാം എല്ലാവരും അറിയും. അപ്പോൾ അറിഞ്ഞാൽ മതി. നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നിശബ്ദത പാലിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾക്ക് പ്രധാനം. മറ്റുള്ളവരുടെ സപ്പോർട്ടും ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നിൽക്കാതിരിക്കുക. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇതെല്ലാം നമുക്ക് മാത്രമാണ് പ്രധാനപ്പെട്ടത്. മറ്റുള്ളവർക്ക് അങ്ങനെ ആകണമെന്നില്ല. അവർക്ക് നമ്മളെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നൽകാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒറ്റയ്ക്ക് തന്നെ നിലനിൽക്കണം. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത് ഒരിക്കലും നല്ലതിനല്ല. എല്ലാവരും എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും വേണ്ട. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കാൻ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇവിടെ ഞാൻ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലേ? ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുപ്പിക്കാനോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി കുറച്ചു നേരം ഏകാന്തമായി ഇരുന്ന് ചിന്തിക്കാൻ പഠിക്കുക. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുമ്പോൾ ചിലർ സാഹചര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർ അവോയ്ഡ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അവർക്കും കൂടി ഇത് ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തീർച്ചയാണ്. അങ്ങനെ ഒറ്റപ്പെടൽ, ഏകാന്തത നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു നിലയിൽ തന്നെ കൊണ്ടെത്തിക്കാൻ നിങ്ങളെ സഹായിക്കും എന്ന് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വിഷമിച്ചിരിക്കുമോ? അതോ നിങ്ങളുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരവസരമായി നിങ്ങൾ ഇതിനെ കാണുമോ? കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്